ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു, പേഴ്സണൽ വെൽനസ് കോച്ച്. വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എങ്ങനെ? ഈ 10 കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാം വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 10 പോയിന്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആ 10 പോയിന്റ്സിൽ ഫസ്റ്റ് വൺ, നല്ലൊരു വൈ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ചുമ്മാ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. തക്കതായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വെയിറ്റ് കൂടുതൽ കൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരിക, അല്ലെങ്കിൽ മുട്ടുവേദന, ബാക്ക് പെയിൻ, ഇതെല്ലാം പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും PCOD പ്രോബ്ലം വന്നു, ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്, നിങ്ങൾക്ക് ഒത്തിരി പേരുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഏറ്റിട്ടുണ്ടായിരിക്കും, അപ്പോൾ ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യണം. അങ്ങനെയൊക്കെ തക്കതായിട്ടുള്ളൊരു റീസൺ നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഗോൾ സെറ്റിംഗ്. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് കുറയ്ക്കണം. ഉദാഹരണത്തിന് ഒരു 18 കിലോ വെയിറ്റ് നിങ്ങൾ അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 18 കിലോ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം. അതാണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഈ 18 കിലോ നമ്മൾ എത്ര മാസം കൊണ്ടാണ് കുറയ്ക്കേണ്ടത്, അതിനൊരു ടൈം ഡ്യൂറേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ആ മാസത്തിൻ്റെ ഇടയിൽ, അതായത് നമ്മളൊരു വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഇത്ര kg വെയിറ്റ് കുറയ്ക്കണം, അതിന് കറക്റ്റായിട്ടുള്ളൊരു ഡ്യൂറേഷൻ നമുക്ക് കിട്ടണം. ആ ഡ്യൂറേഷൻ, ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, വെയിറ്റ് ലോസ് പ്രോസസ്സ് അതുകൂടെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓഫ് കോഴ്സ് കുറേ പ്രോബ്ലംസ് നമ്മുടെ അടുത്തേക്ക് വരാം. കുറേ കല്യാണം, ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാവുന്ന പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ എങ്ങനെയായാലും ആ തേടി വരുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ഗോള് എപ്പോഴും റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം. എപ്പോഴും നമ്മളുടെ വൈ നമ്മളെപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക. ആ വൈ നമുക്കിതുപോലെ പ്രോബ്ലംസുകൾ വരുമ്പോൾ, അതായത് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വീറ്റ്, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട അത്യാവശ്യങ്ങളാണ്. ഇതൊക്കെ അത്യാവശ്യമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇതിനൊക്കെ പ്രേരിപ്പിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ വൈ എപ്പോഴും റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ ഒരു കാര്യമാണ് നല്ലൊരു ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, നമ്മൾ ഐഡിയൽ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് ഇന്ന ഡ്രസ്സ് ഇടണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് മേടിച്ച് അലമാരിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. എന്തിനാണെന്നറിയോ? ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മാസം കഴിയുമ്പോൾ നമ്മൾ ഇത്ര kg വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡ്രസ്സ് ഇടുക. ആ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് പാകാവുന്ന രീതിയിൽ നമ്മളുടെ ബോഡി ഷേപ്പ് നമ്മൾ കൊണ്ടുവരാനായിട്ട്. കാരണം ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കത് നടക്കുള്ളൂ, ആഗ്രഹം ഇല്ലെങ്കിലും നടക്കില്ല. അപ്പം നമുക്ക് ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റിങ്ങിൽ കൂടിയിട്ടിരിക്കാനായിട്ട് നല്ലൊരു ഡ്രസ്സ്, നല്ല അടിപൊളി, നിങ്ങൾ വെയിറ്റ് ലോസ് ആയി, നമ്മൾ ഐഡിയൽ വെയിറ്റ് ആയി കഴിഞ്ഞ് ഇന്ന ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ഒരു ഡ്രസ്സ് എടുത്ത് അലമാരിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഓരോ മാസം കഴിയുമ്പോഴും ആ ഒരു ഡ്രസ്സ് സൈസിലേക്ക്, നമ്മളുടെ ബോഡീനെ സൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തൊരു കാര്യമാണ് കറക്റ്റായിട്ടുള്ള ഡയറ്റ്. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നല്ലേ. അപ്പോൾ നല്ലൊരു ഡയറ്റ്, നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായിട്ട് എക്സസൈസുകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിലേക്ക് വരികയും നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കുകയും നമ്മുടെ എനർജി ലെവലിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഡയറ്റ് എടുക്കുമ്പോൾ നല്ലൊരു ന്യൂട്രീഷൻ റിച്ച് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ലോ കാർബോഹൈഡ്രേറ്റ് ഫുഡുകൾ സെലക്ട് ചെയ്ത് നമ്മൾ കഴിക്കണം. ഓക്കെ, വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ലോ കാർബോഹൈഡ്രേറ്റ് ഫുഡ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് കലോറി ഫുഡുകൾ സെലക്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളത്, അത് നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് നെഗറ്റീവ് കലോറി ഫുഡ്, ഏതൊക്കെയാണ് നെഗറ്റീവ് കലോറീസ് ഫുഡ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കയറി എന്താണ് നെഗറ്റീവ് കലോറിയും അത് നമ്മുടെ വെയിറ്റ് ലോസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഏതൊക്കെയാണ് നെഗറ്റീവ് കലോറി ഫുഡ് ഐറ്റംസുകളിൽ നിന്നും ആ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ.
അടുത്തത് ആറാമത്തെ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഡ്യൂറേഷൻ ആണ്. ഞാൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ നമുക്കൊരു 5 കിലോ വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങിയിട്ട് ഒരു മാസം കൊണ്ട് നമ്മളുടെ 18 കിലോ വെയിറ്റ് കുറയുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിന് കറക്റ്റായിട്ടുള്ളൊരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ആ ടൈം ഡ്യൂറേഷൻ എത്തുന്നത് വരെ നല്ല ക്ഷമയോടുകൂടി അതിനെ കാത്തിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഘടകം എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറേ പ്രോബ്ലംസുകളും എല്ലാം നമ്മളുടെ അടുത്തേക്ക് വരും. ഒന്നിലും നമ്മൾ അകപ്പെടാതെ നമ്മളുടെ ഗോള്, നമ്മളുടെ വൈ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ടൈം ഡ്യൂറേഷനിലൂടെ ക്ഷമയെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു വാട്ടർ ഇൻടേക്ക് ഫോളോ ചെയ്യണം. നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് വാട്ടർ ഇൻടേക്ക്. നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് ഇത്ര ശതമാനം വെള്ളം, അതായത് നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് വളരെ അനിവാര്യമാണ്. അത് കറക്റ്റായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ വെയിറ്റ് ലോസിനെ അത് ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ ബോഡി ബാലൻസിന് അത് വളരെ നല്ല രീതിയിൽ ബോഡി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഡെയിലി ബേസിൽ നമ്മളുടെ ബോഡീനെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് അളവിൽ ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ വെള്ളം വേണം എന്നൊക്കെ സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ചുള്ള വാട്ടർ ഇൻടേക്ക് നിങ്ങൾ ഈ ഒരു ഡ്യൂറേഷനിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതും വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് വീഡിയോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഉറക്കം എന്നുള്ളതാണ്. ഉറങ്ങുക, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും നല്ല ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വളരെ അനിവാര്യമാണ്. നമ്മൾ 10-12 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെ ഫോൺ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനെ അത് സാരമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂറേഷനിൽ കറക്റ്റായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 6 മണിക്കൂറെങ്കിലും നല്ലൊരു സുഖ നിദ്ര നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ലാസ്റ്റ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് കോച്ചിങ് എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് സറണ്ടർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടും കിട്ടാനായിരിക്കും സാധ്യത. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ കോച്ച് എന്നുണ്ടെങ്കിൽ സമയം കുറേ അതിക്രമിച്ചു പോകും. കാരണം ഇന്ന് തുടങ്ങണ്ട, തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച നല്ല ദിവസമാണ് അന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ തള്ളി പോകും. അപ്പോൾ അതിന് പകരം ഒരു പേഴ്സണെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് പേഴ്സണിൻ്റെ ഗൈഡൻസോട് കൂടി കറക്റ്റ് ഫോളോ ചെയ്യുക. ചിലപ്പോൾ ചീത്ത പറയും, നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത പറയും. പക്ഷെ അതിലൊന്നും നമ്മൾ തളരാതെ നമ്മളുടെ വൈ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ട് പോവുക. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ വെൽനസ് കോച്ചുകളെ നിങ്ങൾക്ക് സമീപിക്കാം. ഏറ്റവും നല്ല പേഴ്സണൽ വെൽനസ് കോച്ചുകൾ ഇന്നിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിച്ച് അവരുടെ ശിക്ഷണത്തോടു കൂടി നല്ലൊരു ന്യൂട്രീഷൻ ഡയറ്റും നല്ലൊരു ഫുഡ് ഫോളോ അപ്പും നല്ല രീതിയിൽ റിലേഷനിലൂടെയും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക.